ഇന്ന് എന്റെ കെനിയൻ ഫ്രണ്ടിന് മോളുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളെല്ലാവരും മുന്നേ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. കളിയും ചിരിയും തല്ലുകൂട്ടോ ഒക്കെ ആയിട്ട് ഒരു ഫാമിലി പോലെ ആയിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ ലൈഫ് എല്ലാവരും ഡിഫറെന്റ് ബ്രാഞ്ചസിലേക്കും ഡിഫറെന്റ് ഡയറക്ഷനിലേക്കും കൊണ്ടുപോയി. സോ ഇന്ന് ആഫ്റ്റർ എ ലോങ് ടൈം വി ആർ ഫൈനലി മീറ്റിംഗ് അഗെയിൻ. ചെറുതായിട്ടൊരു പിസയൊക്കെ സ്നാക്സ് ആയി കഴിച്ച് ഞങ്ങൾ പിന്നെ ഗിഫ്റ്റ് സെർച്ചിങ്ങിലായി. എന്റെ മോനും എസ്തറിന്റെ മോളും പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് ആയി. ഗിഫ്റ്റ് സെർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മിഷൻ. കുറെ സമയം എടുത്തിട്ട് അവൾക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗും ഒരു ടോയും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ച് നമ്മളത് പാക്ക് ചെയ്തിറങ്ങി. പിന്നെ നമ്മൾ നേരെ അവളുടെ വീട്ടിലോട്ട് വിട്ടു. അവളുടെ ഹോം ഡെക്കറേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഇംപ്രസ്ഡ് ആയിട്ടോ. എവറിഥിങ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വെൽ അറേഞ്ച്. വീട്ടിലാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അവളുടെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു ക്യൂട്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിലിരിക്കുന്നുണ്ടായിരുന്നു അവൾ. കുറച്ചു നേരം സംസാരിച്ച് ഓൾഡ് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്ത് ഇരിക്കുമ്പോഴേക്കും അവളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ ഫുള്ള് പിള്ളേരുടെ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവളുടെ അമ്മ സൊഹേലി ലാംഗ്വേജിൽ പ്രെയർ ചെയ്തു. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ആ ഹാബിറ്റ് അവൾക്കും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ഫുഡ് കഴിക്കുന്നതിന് മുൻപേ അവളൊന്ന് പ്രെയർ ചെയ്യും. Then the best part, food. Pilau rice, chicken curry, beef curry, കപ്പ, sausage, പിന്നെ ഗ്രില്ലഡ് മീറ്റ് സ്റ്റേക്സ്. നമ്മുടെ കേരള ഫുഡിലെ പോലെ അത്രയും മസാലയൊന്നും കെനിയൻ ഫുഡിൽ ഉണ്ടാവില്ല. പക്ഷെ ഒരു മസാല ഇല്ലാണ്ടെയും ഇവരുടെ ഫുഡ് എനിക്കും ഞാനും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേർ പിന്നെ ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഫുൾ എന്റർടൈൻമെന്റ് ആയിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പാർട്ടി തുടങ്ങുമ്പോഴോ അതിന്റെ മിഡിലൊക്കെ ആയിട്ടല്ലേ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇവരുടെ സ്റ്റൈല് വേറെ ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് പാർട്ടി അവസാനിക്കാൻ നേരത്താണ് കേക്ക് കട്ടിങ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കേറ്റ് പറഞ്ഞു നമുക്കൊരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ടെന്ന്. ഞങ്ങൾ പിന്നെ ഫുള്ള് ക്യൂരിയോസിറ്റിയിലായിരുന്നു. ആരായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സർപ്രൈസ് ഗസ്റ്റ് എത്തി. ശരിക്കും സർപ്രൈസ് ആയി. അത് വേറെ ആരുമല്ലായിരുന്നു, ഞങ്ങളുടെ ഡെറിക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത് ഫസ്റ്റ് ജോബ് കിട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്നത് അവനാണ്. പിന്നെ ഇപ്പോഴാണ് അവനെ കാണുന്നത്. അവൻ ഇവിടുന്ന് ഒരുപാട് ലോങ് ആയതുകൊണ്ട് വരുന്നില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്റെ മോന്റെ ബർത്ത്ഡേക്കും അവന് വരാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവനിവിടെ ഒട്ടും പ്രതീക്ഷയില്ല ഞങ്ങൾ ആരും. കൂട്ടത്തിൽ ഏറ്റവും ഫണ്ണും അവനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് മിസ് ചെയ്തായിരുന്നു അവന്. അങ്ങനെ 2:30 തുടങ്ങിയ ഫംഗ്ഷൻ പിന്നെ ഒരു 10 o'clock ആയപ്പോഴാണ് അവസാനിക്കുന്നത്. ചുറ്റും നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകുന്നതും അവരോടൊപ്പം നല്ല ക്വാളിറ്റി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതും ഒരു തരത്തിലൊരു തെറാപ്പിയാണ്. അപ്പൊ അത്രയൊക്കെയുള്ള ഗൈസ് കെനിയൻ വിശേഷങ്ങൾ. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.